അയാനെ കപ്പ ബിരിയാണി വേണോ? എന്ത് കപ്പ ബിരിയാണി വേണോ? എന്നാ കമോൺ. എന്താ ചെയ്യുന്നത്? സവോളയാ? പിന്നെ കഷ്ണിച്ച് വിടുന്നോ? എന്തിനാ? എനിക്ക് കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിയിലോ? എന്താ പിന്നെ എന്തിനാ ആവേശത്തിന് എടുത്തു തരിയാൻ? അയ്യോ എനിക്ക് അറിയത്തില്ല വെട്ടാൻ. കപ്പയുടെ പുറത്തിങ്ങനെ ഇടാനാണോ? അത് കപ്പ ബിരിയാണി കാണിക്കാം. അപ്പതാ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി കപ്പയും എല്ലുണ്ടല്ലോ. എല്ലിനകത്ത് നിറയെ ബീഫ് ഉണ്ടായിരുന്നു, മാംസമുള്ള പീസായിരുന്നു. ഞങ്ങൾ ഇന്നലെ ലുലുമാളി പോയി വാങ്ങിച്ചിട്ടുണ്ടോ. നല്ല നല്ല ടേസ്റ്റുള്ള ബീഫായിരുന്നു. അതാ അതും കൂടെ ഇട്ട് നല്ല അങ്ങോട്ട് ഒട്ടച്ച് അതൊക്കെ ഇപ്പം എന്തേയോ കേട്ടെ. നമുക്ക് സവാള സെറ്റാക്കി നല്ല ഒട്ടച്ചും കൂടെ എടുത്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ എന്താ വേണ്ടേ? സവാള. അപ്പം കപ്പ ബിരിയാണി കഴിക്കാം. അയിമ എത്തിയിട്ടുണ്ട്. അയിമ വരട്ടെ, പഠിച്ചല്ല നാളത്തെ എക്സാമിന്. സവാള അരിയുന്നില്ലേ? അരി ആദ്യം കപ്പയൊന്നും എടുക്കട്ടെ. ഓൾറെഡി ഞാൻ ഇതിനകത്ത് സവാളയൊക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. വേണ്ട, പ്രശ്നമില്ല, എനിക്ക് വേണം. ഈ സവാള ഇനി ഒരെണ്ണം കൂടെ വേണം, ഒരു സാധനം. എന്ത്? നാരങ്ങ. ഇങ്ങനെ പുളിയാ കപ്പ ചീത്തയായി പോകും. പിന്നെ ഉള്ള പുളിയെല്ലാം കൂടെ ഇതിനകത്ത് എന്തുവാടാ ഇത്? ഇതും കൂടെ അരിഞ്ഞോ? എനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ സവാള തിന്നോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സവാള തിന്നോ? നല്ല ടേസ്റ്റ് അല്ലേ? എന്തോരം സവാള, പച്ചയ്ക്ക് വരെ സവാള കടിച്ചു നീ ചെറുക്കൻ. തിന്നു സവാള. അയ്യോ ഇതൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. ഹലോ. അപ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല കപ്പ ബിരിയാണി. അപ്പം ഇന്ന് 27-ാം രാവ് വരെ ആയി നോമ്പൊക്കെ. ഇന്ന് 26-ാമത്തെ നോമ്പായിരുന്നു, നാളെ 27-ാമത്തെ നോമ്പ്. ഇനി ആകെ കുറച്ച് നോമ്പും കൂടെ ഉള്ളല്ലേ? പെട്ടെന്ന് പോയി ഒരു മാസം. ഇനിയിപ്പോൾ പെരുന്നാൾ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാട്ടോ. കപ്പ ബിരിയാണി ആയിരുന്നു, പരിപാടി കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താ പരിപാടി? ഒന്നുമില്ല, കിടന്ന് ഉറങ്ങാൻ നല്ല ക്ഷീണമുണ്ട്. 6 മണിക്ക് എണ്ണീറ്റിരുന്ന് പഠിക്കണം. ഇവർക്ക് പരീക്ഷ ആയതുകൊണ്ട് നാളെ വെളുപ്പിനെ പൊക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.